ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിഡ്സ് മാസ്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കോട്ടൺ ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അളവുകൾ നമുക്ക് നോക്കാം. ഇനി നമ്മളൊരു 3.5 ഇഞ്ച് താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ 5-ൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡിലോട്ടും ഒരു 1.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഈ 2 പോയിന്റുകളൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് 3.5 ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഒരു 0.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് 0.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും 2 സൈഡിലോട്ടും ഒരു കർവ് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആം ഹോൾ കർവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ കർവ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. കുട്ടികളുടെ മാസ്ക് തയ്ക്കുമ്പോൾ ഇതിൻ്റെ താഴത്തെ വീതി 2.5 ഇഞ്ച്, മുകളിലത്തേത് വീതി ഒരു 5 ഇഞ്ച് വേണം. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4 ഇഞ്ച് വേണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ ഈസിയാണ് ഇതുപോലെ മാസ്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതിന് വേണ്ട ഇലാസ്റ്റിക്കിൻ്റെ അളവുകളൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇലാസ്റ്റിക്കിന് ഞാനൊരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലേക്കും കൂടി ടോട്ടൽ ഒരു 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ക്ലോത്ത് കുറച്ച് സോഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ഒരു ക്ലോത്ത് കൂടി വെച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള തുണിയാണ്, അതുകൊണ്ട് 2 ലെയർ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ടോട്ടൽ 4 പീസാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 പീസ് വെച്ചാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ലെയേഴ്സ് ഇതുപോലെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ച് ഇതിൻ്റെ സൈഡിലേക്ക് കൂടി ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡും ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത്
ഇതിനിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം 1/2 ഇഞ്ച് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു തുണി ഉള്ളിലോട്ടും മറ്റേ തുണി ബാക്ക് സൈഡിലോട്ടും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലും 1/2 ഇഞ്ച് ഒന്ന് മടക്കി ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒരെണ്ണം ഉള്ളിലോട്ടും മറ്റേത് ബാക്ക് സൈഡിലോട്ടും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലേക്കൂടി നമുക്ക് തുണി പുറത്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒന്ന് ഷേപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്ത് ഇതിനെ ഒന്ന് പുറത്തേക്ക് ഇടാം. നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിൽ തന്നെ നിങ്ങൾ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കണം. ഒരു 1/2 ഇഞ്ചോളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സൈഡിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. ഇലാസ്റ്റിക് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കിഡ്സ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കൂടി പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.